ഞാനിന്നിവിടെ വിവിധ PSCയുടെ വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി PSC ചോദിച്ച കുറേ മുൻകാല ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾ ക്വസ്റ്റ്യൻസ് നല്ലതുപോലെ വർക്കൗട്ട് ചെയ്യുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അവർ അതേ മോഡൽ തന്നെ റിപ്പീറ്റ് ചെയ്ത് കാണാറുണ്ട്. വർക്കൗട്ട് ചെയ്ത് എല്ലാ കണക്കെല്ലാം നോക്കി പഠിക്കരുത്, ചെയ്ത് പഠിക്കണം. പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ പ്രോബ്ലവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഫോർമുലാസ് എല്ലാം മനസ്സിലാക്കുക. ക്ലാസ്സിലേക്ക് സ്വാഗതം. ഒരാൾ 50 മീറ്റർ ഉയരമുള്ള ഒരു തൂണിൽ കയറാൻ ശ്രമിക്കുന്നു. അയാൾ 1 മിനിറ്റ് കൊണ്ട് 5 മീറ്റർ മുകളിലോട്ട് പോകുന്നു. 5 മീറ്റർ കയറുന്നു. 5 മീറ്റർ കയറുമ്പോഴോ 2 മീറ്റർ താഴോട്ട് ഇറങ്ങുന്നു. അതായത് ഫലത്തിൽ 3 മീറ്ററേ കയറുന്നുള്ളൂ. അതായത് 1 മിനിറ്റ് അയാൾ 3 മീറ്ററേ ശരിക്കും കയറുന്നുള്ളൂ. 5 മീറ്റർ മുകളിലോട്ട് കയറിയിട്ട് 2 മീറ്റർ താഴോട്ട് ഇറങ്ങുന്നു. അപ്പോൾ 3 മീറ്ററേ പോകുന്നുള്ളൂ ശരിക്കും. അതായത് 1 മിനിറ്റ് 3 മീറ്ററേ മുകളിലോട്ട് കയറുന്നുള്ളൂ. ഇവിടെ നമ്മൾ ഓപ്ഷനിൽ നോക്കാമല്ലോ. ഇവിടെ ഏറ്റവും ചെറിയ ഓപ്ഷൻ വെച്ചെടുത്ത് നോക്കാം. 15 മിനിറ്റ്. 1 മിനിറ്റ് 3 മീറ്റർ ആണെങ്കിൽ 15 മിനിറ്റിൽ എത്ര മീറ്റർ ആയിരിക്കും? 15 ഗുണം 3, അതായത് 45 മീറ്റർ കയറും. 15 മിനിറ്റ് ഇതാ ഇവിടെ വരെ കയറും, 45 മീറ്റർ കയറും. പിന്നെ ഒരു 5 മീറ്ററും കൂടെ ഉണ്ട്. അതായത് 15 മിനിറ്റ് 45 മിനിറ്റ് കൂടെ ആകുമ്പോഴത്തേന് അയാൾ എത്ര കയറും? 5 മീറ്റർ കയറും. പിന്നെ നമുക്ക് താഴോട്ട് ഇറങ്ങുന്നത് നോക്കണ്ട, ഏറ്റവും ടോപ്പിലെത്താനാണ് ചോദിച്ചേക്കുന്നത്. അതായത് 15 മിനിറ്റ് പ്ലസ് 1 മിനിറ്റും കൂടെ ആകുമ്പോൾ 16 മിനിറ്റാണ് നമ്മുടെ ഉത്തരം. 15 മിനിറ്റ് 45 മീറ്റർ കയറുന്നു. പിന്നെ മീറ്ററും കൂടെ ഉണ്ട്. അതായത് 45 പിന്നത്തെ 1 മിനിറ്റിൽ 5 മീറ്റർ കയറും. കയറി കഴിഞ്ഞാൽ പിന്നെ താഴോട്ട് ഇറങ്ങുന്ന നോക്കണ്ട, ഏറ്റവും മുകളിൽ എത്താനാണ് ചോദിച്ചേക്കുന്നത്. 16 മിനിറ്റ്, മൊത്തം 16 മിനിറ്റ് കൊണ്ട് അയാൾ ടോപ്പിലെത്തുന്നു. ഇതേ മോഡലുള്ള ഈ ചോദ്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് കാണുന്നുണ്ട്. ഇതേ മോഡലുള്ള 18, 36, 22 ഇവരുടെ LCM അല്ലെങ്കിൽ ലസാഗു കാണുക. അതായത് 18, 2, 36, 36, 2, 72. ഇവിടെ ഈ ഏറ്റവും വലിയ സംഖ്യ എടുക്കുക. ഈ 3 എണ്ണം ഉള്ളതിൽ ഏറ്റവും വലിയ സംഖ്യയെ ഈ 2 സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാമെങ്കിൽ ഈ ഏറ്റവും വലിയ സംഖ്യ ആയിരിക്കും അതിൻ്റെ LCM. ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ വന്നാൽ ഈ 18, 4, 72, 36, 2, 72. അപ്പോൾ 72 ഇതിൻ്റെ LCM, അതായത് ലസാഗു. 15നും 95നും ഇടയിലുള്ള എത്ര 8ൻ്റെ ഗുണിതങ്ങളുണ്ട്? 8ൻ്റെ ഗുണിതങ്ങൾ ഉണ്ട്. ചോദ്യമാണ്, PSC ചോദ്യമാണ്. അതായത് 8ൻ്റെ ഗുണിതങ്ങളെന്ന് പറഞ്ഞാൽ 8, 16, 8, 8, 16, 8, 24, അങ്ങനെ. അതായത് ഈ 15 കഴിഞ്ഞുള്ള നോക്കിയാൽ മതി. 16, 2, 16, 3, 24, 4, 32. പിന്നെ അങ്ങോട്ട് വരും. ഇവിടെ 95ന് മുമ്പ്, അതായത് 18, 88, 12, 8, 96. അപ്പം അത് വേണ്ട. 95ന് മുമ്പ് 88 ഇങ്ങനെ വരും. ഇതൊരു സമാന്തര പ്രോഗ്രഷനാണ്. 8 ഇവിടുത്തെ കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം. 8ൻ്റെ ഗുണിതമായതുകൊണ്ട് 8, 8 വീതം കൂട്ടിയാണ് വരുന്നത്. ഇവിടെ ഫസ്റ്റ് പദം എന്ന് പറയുന്നത് 16, ലാസ്റ്റ് പദം എന്ന് പറയുന്നത് 88. അപ്പോൾ ഇതിന് എത്ര ഗുണിതങ്ങൾ ഉണ്ടായിരിക്കും എന്ന് ചോദിച്ചാൽ അവിടുത്തെ നമ്പറാണ്, ഈ APയുടെ നമ്പറാണെന്ന് ചോദിച്ചേക്കാം. നമുക്കറിയില്ല. അതിന് ഒരു ഫോർമുല ഉണ്ട് എത്ര പദങ്ങളെന്ന് കാണാൻ. ഇതിൻ്റെ ഇടയ്ക്ക് 8ൻ്റെ ഗുണിതങ്ങൾ എത്ര പദങ്ങളാണ്, ഇത് എത്ര പദങ്ങളുണ്ട് ഇതിലാകെ എന്നാണ് ചോദ്യം. അത് ഇൻഡയറക്റ്റ് രീതി ചോദിച്ചേക്കുക. നമ്മൾ 15നും 95നും ഇടയ്ക്കുള്ള എല്ലാ 8ൻ്റെ ഗുണിതങ്ങളും എഴുതുന്നു. 16 ടേബിളിൽ എല്ലാം എഴുതിയാൽ മതി. 18, 88, 12, 8, 96. അപ്പോൾ 96 വരില്ല. n സമം ലാസ്റ്റ് ഫസ്റ്റ് പദം ഡിവൈഡഡ് ബൈ d പ്ലസ് 1. അതായത് 88 മൈനസ് 16/8 പ്ലസ് 1. അതായത് 72
8 പ്ലസ് 1, അതായത് 9 പ്ലസ് 1 സമം 10. ഇതിൽ എത്ര പദങ്ങളുണ്ട്? 10 പദങ്ങളുണ്ട്, 10 ഗുണിതങ്ങളുണ്ട്. നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിച്ചാൽ മതി. ഈ കോഡ് ഭാഷയുടെ കോഡിൻ്റെ പാറ്റേൺ നോക്കിയാൽ മതി. അതിനനുസരിച്ച് വേണം ഇംഗ്ലണ്ടിൻ്റെ എഴുതാൻ. അതായത് AMERICA അതെങ്ങനെ മാറി? MA അത് എഴുതുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. RECIA. AM എന്ന് പറയുന്നത് MAI. ER എന്ന് പറയുന്നത് തിരിച്ചിട്ടു REI. IC എന്ന് പറയുന്നത് CII. ലാസ്റ്റ് അക്ഷരം അങ്ങനെ തന്നെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇംഗ്ലണ്ടിൻ്റെ നോക്കാമല്ലോ. ഇംഗ്ലണ്ട്. EN എന്ന് പറയുന്നത് തിരിച്ചിടുക NE. GL എന്ന് പറയുന്നത് തിരിച്ചിടുക LG. പിന്നെ AN എന്ന് പറഞ്ഞാൽ തിരിച്ചിടുക NA. ലാസ്റ്റ് അക്ഷരം അങ്ങനെ തന്നെ NEL GNAD. അതായത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇത് ഈ കോഡിൻ്റെ നോക്കാൻ, കോഡ് ഭാഷയിൽ എഴുതി നോക്കാൻ ഒരെണ്ണം തന്നേക്കുന്ന അതേ പാറ്റേൺ എന്തെങ്കിലും ഒരു പ്രത്യേകത കാണും. അതനുസരിച്ച് വേണം തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഇത് ആ പാറ്റേണിൻ്റെ പ്രത്യേകത ആദ്യം മനസ്സിലാക്കുക. ഇവിടെ അമേരിക്ക എന്നുള്ളത് AMMA ER RE IC CI ഈ രണ്ട് അക്ഷരങ്ങൾ തിരിച്ചിട്ടിട്ട് ലാസ്റ്റ് അക്ഷരം അതേ സെയിം തന്നെ. അതേപോലെ നമുക്ക് എഴുതിയാൽ മതി ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലെ ENNE GL LG ANNA പിന്നെ ലാസ്റ്റ് അക്ഷരം അങ്ങനെ തന്നെ. ഇവിടെ എണ്ണൽ സംഖ്യ 1 2 3 എക്സെട്ര n എണ്ണൽ സംഖ്യകളുണ്ടെങ്കിൽ അതിൻ്റെ സമ്മ് കാണാനുള്ള ഫോർമുല നമുക്കറിയാം. +n സമം n × n + 1/2. അതായത് n എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള വാക്യം n × n + 1/2. നമുക്ക് അതിൻ്റെ സമ്മ് എത്ര തന്നിട്ടുണ്ട്. നമുക്ക് എന്നെ അറിയണ്ടേ, എത്ര സംഖ്യകളുണ്ടെന്ന് അറിയണ്ടേ. അത് നമുക്ക് തന്നിട്ടുണ്ട്. തുക എത്ര തന്നിട്ടുണ്ട്, എത്ര എണ്ണൽ. അപ്പോൾ എന്നെ അറിയാത്തതുകൊണ്ട് അങ്ങനെ തന്നെ ഇടും. അതായത് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. n × n + 1 സമം 105. ഈ കൂടെ കിടക്കുന്ന അടി കിടക്കുന്ന 2 ഇവിടെ കൊണ്ടുവന്ന് ഗുണിക്കുന്നു. അതായത് 210. ഇനി നമുക്ക് ഓപ്ഷനിലേക്ക് പോവാം. n-ഉം n + 1-ഉം 210 വരുന്ന ഏതാണ്? അതായത് n-ന് 14 ഇട്ട് കൊടുക്കാം. n-ന് 14 × 14 + 1, അതായത് 14 × 15. 210 വരുമോ എന്ന് നോക്കാം. 210 വരും. ഇത് വരും ഓപ്ഷനെ. അതായത് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. n എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഫോർമുല n × n + 1/2. അതായത് അത് നമുക്ക് അറിയില്ല ഏതാ എത്ര പദങ്ങളാണ് ചോദിച്ചേക്കുന്നത്, എത്ര എണ്ണൽ സംഖ്യകളുടെ തുകകളാണ്. അപ്പം നമ്പർ ഓഫ് ടേംസ് കാണാൻ അറിയാത്തതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ ഇട്ടിട്ട് ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്യുക. 105 തന്നിട്ടുണ്ട്. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് ഇനി നമ്മൾ ഓപ്ഷനിലേക്ക് പോകും. n-ഉം n + 1-ഉം കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ 210. n-ന് 14 ഇട്ട് കൊടുക്കുക. 14 × 15 4 15 5 210 കിട്ടും. അപ്പോൾ എല്ലാം നോക്കണ്ട, ആദ്യത്തെ അത് തന്നെ കിട്ടും. ഇവിടെ 7-ൻ്റെ ആദ്യത്തെ 5 ഗുണിതങ്ങളുടെ ശരാശരി എത്ര? 7-ൻ്റെ ആദ്യത്തെ 5 ഗുണിതങ്ങൾ എഴുതുക. 14 21 35. 7 14 35. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും കൂടെ കൂട്ടി 2 കൊണ്ട് ഹരിച്ചാൽ 42/22 21 അങ്ങനെ എഴുതാം. ഈ 7-ൻ്റെ ഇത്ര എഴുതുക. അതെ 35. 7-ൻ്റെ ഗുണിതങ്ങളല്ല എഴുതുക. 5 ഗുണിതങ്ങൾ 7 14 21 28 35. ഇങ്ങനെ വരുമ്പോൾ ഇത് ആരോഹണ ക്രമത്തിലാണെന്നല്ലേ. ആരോഹണ ക്രമത്തിൽ നോക്കിയാലും അവരോഹണ ക്രമത്തിൽ നോക്കിയാലും ഇങ്ങനെ വരും. ഇതിൻ്റെ ഒത്ത മധ്യത്ത് വരുന്നത് അങ്ങനെ നോക്കിയാലും മതി. അല്ലെങ്കിൽ ഫസ്റ്റ് ഇതൊരു AP ആണ്, സമാന്തര പ്രോഗ്രഷനാണ്. അപ്പോൾ 7 വീതം കൂട്ടി പൊതു വ്യത്യാസമുള്ളതിൽ സമാന്തര പ്രോഗ്രഷനാണ്. അപ്പോൾ അങ്ങനെ വന്നാൽ ഫസ്റ്റും ലാസ്റ്റും കൂടെ കൂട്ടി 2 കൊണ്ട് ഹരിച്ചാൽ മതി. അങ്ങനെ ഓർത്താലും മതി ശരാശരി കാണാൻ. ഇത് ഇവിടെ സ്പീഡ് തന്നിട്ടുണ്ട്. സ്പീഡ് എത്ര? 108 km/h എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിൽ 108 കിലോമീറ്റർ. ഇവിടെ സെക്കൻഡിലാണ് തന്നേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം? ഇതിവിടെ മീറ്ററിലാണ് തന്നേക്കുന്നത്. അതുകൊണ്ട് നമ്മളതിനെ m/s ആക്കണം. വലിയ യൂണിറ്റിനെ ചെറിയ യൂണിറ്റ് ആക്കാൻ ആ സംഖ്യയെ ചെറിയ യൂണിറ്റ് ഇട്ട് ഗുണിക്കണം. 5/18 ഇട്ട് ഗുണിക്കണം.
ഇനി തിരിച്ച് മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആണെങ്കിൽ തിരിച്ചിട്ട് 18/5 ഇട്ട് ഗുണിക്കണം. ചെറിയ യൂണിറ്റ് ഇട്ട് ഗുണിക്കുക. അതായത് 30 മീറ്റർ പെർ സെക്കൻഡ്. നമുക്ക് സ്പീഡെന്ന് പറയുന്ന ഡിസ്റ്റൻസ് ബൈ ടൈം. നമുക്ക് ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്. അതായത് തീവണ്ടിയുടെ നീളം. ഡിസ്റ്റൻസ് സമം സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് എത്ര നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലാക്കി വെച്ചിട്ടുണ്ട്. ടൈമോ 30. അതായത് 30 900 മീറ്ററാണ് തീവണ്ടിയുടെ നീളം. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് തീവണ്ടിയുടെ നീളമാണ്. ഇതിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട് 108 കിലോമീറ്റർ പെർ അവർ. അതായത് മണിക്കൂറിൽ 108 കിലോമീറ്റർ. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 5/18 ഇട്ട് ബൈ കട്ടാക്കും. തിരിച്ച് മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ വലിയ യൂണിറ്റാണ് ആക്കണമെങ്കിൽ തിരിച്ച് 18/5 ഇട്ട് ചെയ്യണം. ഇവിടെ നല്ല മീറ്ററിലും സെക്കൻഡിലും ഒക്കെയാണ്. അതുകൊണ്ട് നമ്മളിതിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കുന്നു. 108 ഗുണം 5/18 കട്ട് ചെയ്യുമ്പോൾ 6 108 30 മീറ്റർ പെർ സെക്കൻഡ്. ഇനി നമ്മൾ സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ചെയ്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താണ്. ഡിസ്റ്റൻസ് കാണാൻ ട്രെയിനിൻ്റെ നീളം, അതായത് ഡിസ്റ്റൻസ് കാണാൻ സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് എത്രയാണെന്ന് നമ്മളിവിടെ കണ്ടുവച്ചിട്ടുണ്ട്, 30 മീറ്റർ പെർ സെക്കൻഡ്. ഇത് ടൈം എത്രയാണ് 30. രണ്ടോട് ഇൻറ്റു ചെയ്യുമ്പോൾ 900 മീറ്റർ. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇങ്ങനെയുള്ള ചോദ്യം ചെയ്യാൻ വന്നാൽ ഏറ്റവും റൈറ്റ് സൈഡിൽ നിന്ന് വേണം തുടങ്ങാൻ. അതായത് 169ൻ്റെ റൂട്ട് 13. 13ഉം 51ഉം കൂടെ കൂട്ടിയിട്ട് അതിൻ്റെ റൂട്ടെന്ന് പറഞ്ഞാൽ 64 വരും. 64ൻ്റെ റൂട്ട് 8. അതായത് റൂട്ട് ഓഫ് 248 പ്ലസ് 8 സമം 256. അപ്പോൾ നമുക്ക് 256 16ൻ്റെ സ്ക്വയറാണ്. അതുകൊണ്ട് നമുക്ക് 16ആണ് ഉത്തരം. 16ൻ്റെ സ്ക്വയറാണെന്ന് നോക്കാൻ 6ൻ്റെ സ്ക്വയർ എഴുതുക 36, 1ൻ്റെ സ്ക്വയർ എഴുതുക. ഇപ്പോൾ ഇത് എല്ലാം കൂടെ ഗുണിക്കുക. 2 6 1 കൂടെ 12. ഒറ്റയുടെ സ്ഥാനം വിട്ടിട്ട് എഴുതിയിട്ട് കൂട്ടി നോക്കിയാൽ മതി. അല്ലെങ്കിൽ അങ്ങ് ബൈ ഹാർട്ട് ആക്കിയാലും മതി. 20 വരെയുള്ള 256. അപ്പോൾ 14ഉം ഇത് രണ്ടുമാണ് വരാൻ സാധ്യത. 14ൻ്റെ ആണെന്ന് നോക്കാം. 4ൻ്റെത് 16, 1ൻ്റെ 1, ഇനി 3ഉം കൂടെ ഇൻറ്റു ചെയ്യുക. അല്ല, ഒറ്റയുടെ സ്ഥാനം 196 വരത്തുള്ളൂ. അതുകൊണ്ട് 16ആണ് ഉത്തരം. റിക്കറിംഗ് ഡെസിമൽസിനെ പറ്റി പഠിച്ചാലോ? ആവർത്തക സംഖ്യകൾ, ആവർത്തിച്ച് വരുന്ന ദശാംശങ്ങൾ, റിക്കറിംഗ് ഡെസിമൽസ്. 0.3333 അങ്ങനെ വന്നാൽ എത്ര സംഖ്യ റിപ്പീറ്റ് ചെയ്തേക്കുന്നത്? 1 ഡിവൈഡഡ് ബൈ റിപ്പീറ്റ് ചെയ്ത് 1 ആയതുകൊണ്ട് 3/9. വേറൊന്ന് 0.4545 എക്സെട്ര ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നാൽ 45 എത്ര സംഖ്യ റിപ്പീറ്റ് ചെയ്തോ അങ്ങനെ എഴുതുക. ഇനി 0.341 അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നെങ്കിൽ ആ സംഖ്യ എഴുതുക. എന്നിട്ട് അത്രയോ 9 കൊടുക്കുക. പിന്നെ ഇവിടെ ഇങ്ങനെ വന്നെങ്കിൽ ഇതിൻ്റെ വില ചോദിച്ചാൽ 45-ന്ന് 4 കുറയ്ക്കുക. ഈ 45-ന്ന് ഈ ഒറ്റ റിപ്പീറ്റ് ചെയ്യാത്ത സംഖ്യ കുറയ്ക്കുക. 45-ന്ന് 4 കുറച്ചാൽ എത്ര കിട്ടും? 41. ഒരു 9 ഇട്ടിട്ട് എത്ര സംഖ്യ എന്നോ റിപ്പീറ്റ് ചെയ്ത് അവിടെ ഒരു സംഖ്യ ഒരു 0 കൊടുക്കുക. അതായത് വേറെ എണ്ണം നോക്കാം. 0.2666 എക്സെട്ര അങ്ങനെ വന്നാൽ ഈ 26-ൽ നിന്ന് 2 കുറയ്ക്കുക. റിപ്പീറ്റ് ചെയ്യാത്ത സംഖ്യ കുറച്ചാൽ 24 ബൈ എത്ര സംഖ്യ റിപ്പീറ്റ് ചെയ്തു? ഒരു സംഖ്യ. എൻ്റെ കൂടെ ഒരു 0 കൂടെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഈ മോഡലിലുള്ള കണക്ക് അങ്ങനെ ചെയ്താൽ മതി. ഒരെണ്ണം കൂടെ പറയാം. 5666 അങ്ങനെ വന്നാൽ ഈ 56-ൽ നിന്ന് ആ റിപ്പീറ്റ് ചെയ്യാത്ത സംഖ്യ, അതായത് 5 കുറയ്ക്കുക. 51 ഡിവൈഡഡ് ബൈ ഒരു സംഖ്യയല്ല റിപ്പീറ്റ് ചെയ്ത് ഒരു 9 ഇട്ട് കൊടുക്കുക, ഒരു 0 കൂടെ കൊടുക്കുക. അത് ശ്രദ്ധിക്കുക. റിക്കറിംഗ് ഡെസിമൽസ്. 5/9 മൈനസ് 1/3ൻ്റെ വില എത്ര? അതായത് ഈ ഇവിടെ 3ൻ്റെ 9ൻ്റെ എൽസിയം കാണുക. 3 അതായത് 9 വരും. എൽസിയം എന്ന് പറയുന്നത് 9 വരും. അതുപോലെ 5/9 മാറ്റണ്ട, അങ്ങനെ തന്നെ എഴുതിയാൽ മതി. 5/9 5/9 തന്നെ. ഇവിടെ 1/3. 1/3-നെ
ഇവിടെ LCM 9 അടിയിൽ 9 ആകത്തക്ക പോലെ ചെയ്യണമെങ്കിൽ 3ൻ്റെ കൂടെ 3 കൂടെ ഗുണിക്കണം. അപ്പോൾ വിലയ്ക്ക് വ്യത്യാസം വരാതിരിക്കാൻ താഴെ 3 ഗുണിക്കണം, മുകളിൽ 3 ഗുണിക്കണം. അതായത് 3 3 9. അതായത് നമുക്ക് കാണേണ്ടത് എന്ത് വരുന്നു? 5/9 - 1/3 സമം 5/9 ഡിനോമിനേറ്റർ 9 ആയതുകൊണ്ട് അങ്ങനെ തന്നെ എഴുതാം. 1/3 പകരം നമ്മൾ കണ്ടുവച്ചേക്കുന്നില്ല 3/9. ഇവിടെ ഛേദം ഒരുപോലെ ആയതുകൊണ്ട് വെറുതെ കുറച്ച് എഴുതിയാൽ മതി. അതായത് ഉത്തരം എത്ര വരും? 5ന് 3 പകരം 2 5/9 - 3/9. അതായത് 5 - 3 ഛേദം 2/9 ഉത്തരം 2/9 എന്ന് വരും ഉത്തരം. സെക്രട്ടേറിയറ്റ് OAക്ക് വരുന്ന സിലബസും കൂടെ പറയാം. സെക്രട്ടേറിയറ്റ് OAക്ക് വരുന്ന സിലബസ് ഫ്രാക്ഷൻസ് വരും. ഫ്രാക്ഷൻസ് ഭിന്നസംഖ്യകൾ HCF LCM ലസാഗു ഉസാഗ LCM വരും. പിന്നെ അരിത്മെറ്റിക് പ്രോഗ്രഷൻ സമാന്തര ശ്രേണി വരും. പിന്നെ ബോട്ട്മാസ് റൂള് സംഖ്യകളുടെ കാൽക്കുലേഷൻസ് വരും. പിന്നെ ഭാജ്യസംഖ്യ അഭാജ്യസംഖ്യകൾ, പിന്നെ ട്രെയിന് ടൈം സ്പീഡ് അങ്ങനെയുള്ളത്, പിന്നെ കോഡ് ഭാഷയിൽ എങ്ങനെ എഴുതാമെന്നുള്ള അത് വരും. പിന്നെ ആരോഹണക്രമം അവരോഹണക്രമം, പിന്നെ കുറേ ഫ്രാക്ഷൻസ് തന്നിട്ട് അത് ഏറ്റവും ചെറുത് ഏതാണ് ഏറ്റവും വലുത് ഏതാണ് ഫ്രാക്ഷൻസ് തന്നിട്ട് നോക്കിയാൽ നമ്മൾ അതിൻ്റെ ഇൻറ്റു 100 ഇട്ടാൽ ശതമാനം കണ്ടാൽ മതി ഓരോന്നിൻ്റെ. അപ്പോൾ എളുപ്പം എഴുതാൻ പറ്റും. അതൊരു ഷോർട്ട് കട്ടാണ്. പിന്നെ ക്ലോക്ക് ടൈം ആൻഡ് ക്ലോക്കിലെ കുതിരുന്ന സമയം, ക്ലോക്കിൽ എത്ര അത് തമ്മിലുള്ള ഡിഗ്രി അളവ്, കോണളവ് അങ്ങനെ ഉള്ളതൊക്കെ വരും. ഘടകങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളത് പഠിക്കുക. ഈ ക്ലാസ് നിങ്ങൾക്ക് വളരെയേറെ ഫലപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.